നമസ്കാരം. പ്രധാന വാർത്തകൾ. തപ്പിത്തടഞ്ഞ് ഗവർണർ, കോടതി വിധിയിൽ പ്രതികരിക്കാതെ ഒഴിഞ്ഞുമാറി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടേത് കാവ്യവൽക്കരണ ഇടപെടൽ, മന്ത്രി ആർ ബിന്ദു. കോഹ്ലിക്ക് വീണ്ടും നിരാശ മാത്രം ബാക്കി, ഇക്കൊല്ലവും കപ്പില്ല. ബാംഗ്ലൂരു പുറത്തേക്ക്, രാജസ്ഥാൻ അകത്തേക്ക്. വാർത്തകൾ വിശദമായി. കേരള സർവകലാശാല സെനറ്റിലേക്ക് വിദ്യാർത്ഥി പ്രതിനിധികളായി ഗവർണർ നടത്തിയ നാമനിർദ്ദേശം റദ്ദാക്കിയ ഹൈക്കോടതി വിധിയിൽ പ്രതികരിക്കാതെ ഗവർണർ. കോടതി വിധിയിൽ പ്രതികരിക്കാനില്ല, അപ്പീൽ പോകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനും പ്രതികരിക്കാനില്ലെന്ന് ഗവർണർ. വാർഡ് വിഭജന ഓർഡിനൻസ് വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയില്ലാതെ പരിഗണിക്കാൻ സാധിക്കില്ലെന്നും ഗവർണർ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗവർണറുടേത് കാവ്യവൽക്കരണ ഇടപെടലെന്ന് മന്ത്രി ആർ ബിന്ദു. ചാൻസലറുടെ ഇടപെടലുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിജസ്ഥിതി വെളിപ്പെടുത്തുന്ന ഉത്തരവുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. കേരളത്തിലെ സർവകലാശാലകൾ മികച്ച നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ഇതിനൊപ്പം നിൽക്കേണ്ട ചുമതലയാണ് ഗവർണർക്കുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ഇനി കായിക വാർത്ത. IPL-ൽ രാജസ്ഥാൻ റോയൽസിനോട് തോറ്റ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പുറത്തേക്ക്. എലിമിനേറ്ററിൽ 4 വിക്കറ്റിനാണ് രാജസ്ഥാന്റെ വിജയം. ബാംഗ്ലൂരിന്റെ 172 റൺസ് ഒരു ഓവർ ശേഷിക്കെ രാജസ്ഥാൻ മറികടക്കുകയായിരുന്നു. മറ്റന്നാൾ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ ഹൈദരാബാദിനെ നേരിടും. വാർത്തകൾ അവസാനിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.